എന്താ വില? 27 രൂപ. വേണ്ട, അത്രയും കാശ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ വന്ന് വാങ്ങിച്ചോളാം. ശരി. മരുന്ന് വാങ്ങാൻ കാശ് തികഞ്ഞില്ല. സാരമില്ല, അല്ലെങ്കിൽ തന്നെ മരുന്ന് കഴിച്ചിട്ടെന്ന് പ്രയോജനം. ഇതാ വേണ്ട, ഞാനിങ്ങനെ മരിച്ചോളാം. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ജയൻ, നിനക്ക് എന്തു പറ്റി? എന്തു പറ്റി ജയൻ? ഒരു കാർ ആക്സിഡന്റ്. കാലിനാണ് ചതവ് പറ്റിയത്. കുറെ കാലം ആശുപത്രി കിടന്നു. ഇതേവരെ സമ്പാദിച്ച എല്ലാ പണവും ഈ കാലിന് വേണ്ടി ചെലവാക്കി. എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും കണ്ടു. ഒരു ഫലവും ഉണ്ടായില്ല. ആ ഇടവേളയിൽ പുതിയ ഗായകർ കയറിപ്പറ്റി. അവരാധിപത്യം സ്ഥാപിച്ചു. ഞാൻ ഈ നിലയിലെത്തി. സ്റ്റേജ് പ്രോഗ്രാമിനെങ്കിലും ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കും വേണ്ടത് ഗ്ലാമറിൽ ഇന്നത്തെ പ്രതിഭകളെയാണ്. എനിക്ക് ദുഃഖമില്ല. പലരും എനിക്ക് സഹായം വെച്ചുണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ തടഞ്ഞു. ആത്മഹത്യ ചെയ്താൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. തെരുവിൽ പോയിരുന്നു പാടിയാലും എനിക്ക് 5-6 രൂപ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. എന്റെ ശബ്ദവും ഹാർമോണിയം ഉള്ളിടത്തോളം കാലം എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വരുമോളെ. ചെല്ലുമോളെ. ഇത് നമ്മുടെ MD-യുടെ കാറാണല്ലോ. ഇതെന്തിനാ ഇവിടെ വന്നു? എന്നാ മോളെ വെച്ചോളൂ. വേണ്ട ഗോപിയേട്ട, വേണ്ട. ഗോപിയേട്ട, ഗോപിയേട്ട. അങ്ങനെ ആവില്ല. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പോയതായിരിക്കും. മറ്റെന്താവശ്യം? കാലില്ലാത്ത ഒരു പാട്ടുകാരൻ, അയാളുടെ സുന്ദരിയായ ഭാര്യ. വേറെ എന്തിനാ അവിടെ പോണത്? അല്ല, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. തങ്കംപിള്ള അപവാദമൊന്നും പറഞ്ഞുണ്ടാക്കരുത്. ഇത് നല്ല കഥ. ഇത് അപവാദമാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അത്രേ ഉള്ളൂ. ഇതിലിപ്പോ എനിക്ക് വല്ല കാര്യമുണ്ട്? സുധേ, ഇങ്ങ് വരൂ. എന്താണ് സർ? ഇതൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. ശരി സാർ. സാറിനെ കാണാൻ രമ എന്നൊരു സ്ത്രീ വന്നിരിക്കുന്നു. വരാൻ പറയൂ. സുധ പോയി ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. യെസ് സർ. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്താണിത്? ഇത് തിരിച്ചു വാങ്ങണം. അദ്ദേഹത്തിന് ആരുടെയും സഹായം സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. ഇത് തിരിച്ചു തരാൻ ജയൻ പറഞ്ഞു. കൊള്ളാം. തെറ്റിദ്ധരിക്കരുത്. ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കൊള്ളാം.
ഇപ്പൊ ആവശ്യമില്ലേ? ഇല്ല. ആ ബൈ ദ ബൈ, അന്ന് റെക്കോർഡിംഗ് കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, നാളെ തരങ്ങണിൽ റെക്കോർഡിംഗ് ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ഗോപിയേട്ടനെ കൂട്ടി വരൂ. തീർച്ചയായും വരും. റെക്കോർഡിംഗ് കാണണമെന്നുള്ളത് എന്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാ. അതിനെന്താ, ആ ആഗ്രഹം നാളെ തീർത്തുകളെ. ചേട്ടാ, ഓഫീസിൽ നിന്ന് നേരത്തെ വരണേ. ഇന്ന് നൃത്തം കാണാൻ പോകേണ്ടതാ, മറന്നു പോകരുത്. ഇല്ല, ഞാൻ നേരത്തെ വരാം. ഉം. വരുന്നു ചേട്ടാ, ഞാൻ ബാത്റൂമില്ല. ഓ, ഈ ചേട്ടന് ഒരു ക്ഷമയുമില്ല. ഹോട്ടൽ റൂമിൽ തനിച്ചിരുന്നാൽ ബോറടിക്കില്ലേ? അടുത്ത തവണ കൊണ്ടുപോകാം. എയർപോർട്ടിൽ പോകാനുള്ള സമയമായി. ജയൻ വരാമെന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ. എന്താ ഒരുങ്ങി കഴിഞ്ഞല്ലേ? പോകാം, ഇങ്ങോട്ട് വരൂ. എന്താ റെഡിയല്ലേ? പോകാം. രമയും വരുന്നുണ്ടല്ലോ.
ഞാൻ എന്തിനാ? ചേട്ടനല്ലേ പോകുന്നത്? ഞാൻ വിചാരിച്ച യാത്രയൊക്കെ പോകുന്നുണ്ടെന്ന്. അത് ശരിയാണല്ലോ. രമയും കൂടി വരൂ. ജയൻ തിരിച്ചു കൊണ്ടുവന്ന് വിടും. എന്താ ജയ? തിരിച്ചുകൊണ്ടുവിടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരണോ ചേട്ടാ? വന്നോളൂ. ശരി, എങ്കിൽ പോകാം. പെട്ടി ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം നീ. സമയമായല്ലോ. ഇനിയും സെക്യൂരിറ്റി ചെക്ക് അനൗൺസ് ചെയ്തില്ല. പ്ലെയിൻ ലേറ്റ് ആണെന്നാ തോന്നുന്നത്. Indian Airlines regret to announce that flight number IC168 from Trivandrum to Bombay will be leaving only at 15 knot hours. I repeat, Indian Airlines regret to announce that flight number IC168 from Trivandrum to Bombay will be leaving only at 15 knot hours. Thank you. ഇനിയും 2 മണിക്കൂർ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഗോപിയേട്ടന് യാത്ര അയക്കാതെ. അതൊക്കെ വെറും ഫോർമാലിറ്റീസ് അല്ലേ. നിങ്ങൾ എന്തിനാ അതുവരെ ഇരിക്കണം? വെക്കുള്ളൂ. പോട്ടെ ചേട്ടാ. എത്തി ഉടനെ വിളിച്ച് പറയല്ലോ. ഓ ഷുവർ, പേടിക്കണ്ട. സോഫ്റ്റ് വോയിസ്. റൈറ്റ്. വരട്ടെ. ആ. കയറൂ. വരാൻ അനുവാദമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോകാം.
രമേ, ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. നാളെയേ ഉള്ളൂ. നീ എന്താ കുളിക്കാൻ തുടങ്ങിയായിരുന്നു? നീ എന്റെ പൗരുഷത്തെയാണ് ചോദ്യം ചെയ്തത്. നിന്നെ ഞാൻ നിന്നെ തല്ലുന്നില്ല. തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താടാ വ്യത്യാസം? നിങ്ങൾ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വരും. രമേ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നീ ഇവനിൽ കണ്ടു. നിനക്കിഷ്ടപ്പെട്ടു. ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വേണ്ട, ഒന്നും പറയണമെന്നില്ല. ഈ സന്ദർഭത്തിൽ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാടില്ല. അവിടെ വീഴൂ, ജയന്റെ കാലിൽ. ഇനി അവനാണ് നിനക്കെല്ലാം. പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളാൻ. ജയൻ, ഇവളെയും കൊണ്ട് പോകൂ. പോകാൻ വരൂ. ഒരു കാര്യം കൂടി. നാളെ ഇവനേക്കാൾ പ്രത്യേകത നിനക്ക് മറ്റൊരാളിൽ തോന്നിയേക്കാം. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ഇവൻ ചെയ്യണമെന്നില്ല. സൂക്ഷിച്ച് ജീവിക്കും.